രണ്ട് കൊരിന്തോസ് 7-ാം അധ്യായത്തിന്റെ തലക്കെട്ടെന്ത്? എ. ഉദാരമായ ദാനം. ബി. പശ്ചാത്താപത്തിൽ സന്തോഷം. സി. ദൈവത്തിന്റെ ആലയം. ഉത്തരം: പശ്ചാത്താപത്തിൽ സന്തോഷം. കൊരിന്ത്യോസുകാർക്കുള്ള 2-ാം ലേഖനം പൗലോസ്ലീഹ എവിടെ വെച്ചാണ് എഴുതിയത്? എ. മക്കദോനിയയിലെ ഫിലിപ്പീനിൽ വെച്ച്. ബി. കൊറിന്തോസിൽ വെച്ച്. സി. എഫേസുസിൽ വെച്ച്. ഉത്തരം: മക്കദോനിയയിലെ ഫിലിപ്പീനിൽ വെച്ച്. 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ എങ്ങനെയാണ് കൊരിന്ത്യോസുകാരെ അഭിസംബോധന ചെയ്യുന്നത്? എ. സഹോദരരെ. ബി. വാത്സല്യഭാജനമേ. സി. പ്രിയപ്പെട്ടവരെ. ഉത്തരം: പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് വിശുദ്ധി പരിപൂർണമാകേണ്ടത്? എ. ദൈവഭയത്തിൽ. ബി. വിശ്വസ്തതയിൽ. സി. ദൈവാനുഗ്രഹത്തിൽ. ഉത്തരം: ദൈവഭയത്തിൽ. താങ്കൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് 2 കൊരിന്ത്യോസ് 7-ാം അധ്യായം 2-ൽ പറയുന്നത്? എ. 5 കാര്യങ്ങൾ. ബി. 2 കാര്യങ്ങൾ. സി. 3 കാര്യങ്ങൾ. ഉത്തരം: 3 കാര്യങ്ങൾ. കുറ്റപ്പെടുത്താനല്ല, മറിച്ച് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് പൗലോസ്ലീഹ പറയുന്നത്? എ. ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി. ബി. കാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നിൽക്കാൻ. സി. ദൈവസ്നേഹത്തെ പ്രതി. ഉത്തരം: ഒന്നിച്ചു മരിക്കാനും ജീവിക്കാനും വേണ്ടി. എനിക്ക് നിങ്ങളിൽ എന്തുണ്ട് എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യോസ് 7-ൽ പറയുന്നത്? എ. സ്നേഹമുണ്ട്. ബി. അഭിമാനമുണ്ട്. സി. ഉത്തമ വിശ്വാസമുണ്ട്. ഉത്തരം: ഉത്തമ വിശ്വാസമുണ്ട്. 2 കൊരിന്തോസ് 7-ാം അധ്യായം 4-ൽ ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞാൻ ആനന്ദപൂരിതനാണ്. ആരാണ് ആനന്ദപൂരിതൻ? എ. പൗലോസ്ലീഹ. ബി. തീത്തോസ്. സി. തിമോത്തിയോസ്. ഉത്തരം: പൗലോസ്ലീഹ. ക്ലേശങ്ങളിലെല്ലാം പൗലോസ്ലീഹ എങ്ങനെയാണ്? എ. ദുഃഖപൂരിതൻ. ബി. സന്തോഷവാൻ. സി. ആനന്ദപൂരിതൻ. ഉത്തരം: ആനന്ദപൂരിതൻ. 2 കൊരിന്തോസ് 7-ാം അധ്യായം 5-ൽ പ്രതിപാദിക്കുന്ന സ്ഥലം ഏതാണ്? എ. കൊരിന്തോസ്. ബി. മക്കദോനിയ. സി. ഫിലിപ്പിയ. ഉത്തരം: മക്കദോനിയ. ഞങ്ങൾ എവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നത്? എ. എഫേസുസിൽ. ബി. കൊരിന്തോസിൽ. സി. മക്കദോനിയയിൽ. ഉത്തരം: മക്കദോനിയയിൽ. എന്താണ് അവരെ സദാ അലട്ടിക്കൊണ്ടിരുന്നത്? എ. ക്ലേശങ്ങൾ. ബി. ഭയം. സി. മത്സരം. ഉത്തരം: ക്ലേശങ്ങൾ. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്നത് ആരാണ്? എ. കർത്താവ്. ബി. ദൈവം. സി. പരിശുദ്ധാത്മാവ്. ഉത്തരം: ദൈവം. 2 കൊരിന്തോസ് 7-ാം അധ്യായം 6-ൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? എ. പൗലോസ്. ബി. തിമോത്തിയോസ്. സി. തീത്തോസ്.
ഉത്തരം തീത്തോസ്. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകിയത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. തീത്തോസ്, ബി. കൊറിന്ത്യോസുകാരുടെ, സി. തിമോത്തിയോസിന്റെ. ഉത്തരം തീത്തോസ്. കൊറിന്തോസുകാരെ കുറിച്ച് സംതൃപ്തി ഉണ്ടായിരുന്നത് ആർക്കാണ്? എ. തിമോത്തിയോസിന്, ബി. തീത്തോസിന്, സി. പൗലോസിന്. ഉത്തരം തീത്തോസിന്. പൗലോസ്ലീഹായുടെ എഴുത്ത് ആരെയാണ് ദുഃഖിപ്പിച്ചത്? എ. തിമോത്തിയോസിനെ, ബി. തീത്തോസിനെ, സി. കൊറിന്ത്യോസുകാരെ. ഉത്തരം കൊരിന്തോസുകാരെ. കൊരിന്തോസുകാരെ കുറച്ചു കാലത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചത് എന്താണ്? എ. പൗലോസ്ലീഹായുടെ കത്ത്, ബി. ക്ലേശം, സി. അവിശ്വാസം. ഉത്തരം പൗലോസ്ലീഹായുടെ കത്ത്. കൊരിന്തോസുകാരുടെ ദുഃഖം എങ്ങനെയുള്ളതായിരുന്നു? എ. തീവ്രതയുള്ളതായിരുന്നു, ബി. ദൈവഹിതപ്രകാരമായിരുന്നു, സി. ദൈവഹിതപ്രകാരം അല്ലായിരുന്നു. ഉത്തരം ദൈവഹിതപ്രകാരമായിരുന്നു. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? എ. രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു, ബി. വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, സി. ആശ്വാസം ഉളവാക്കുന്നു. ഉത്തരം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്തിലാണ് ഖേദത്തിന് അവകാശമില്ലാത്തത്? എ. ദുഃഖത്തിൽ, ബി. ക്ലേശങ്ങളിൽ, സി. ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൽ. ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖത്തിൽ. ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത്? എ. മരണത്തിലേക്ക്, ബി. ക്ലേശത്തിലേക്ക്, സി. രോഗത്തിലേക്ക്. ഉത്തരം മരണത്തിലേക്ക്. നിങ്ങൾ എല്ലാ പ്രകാരത്തിലും എന്താണ് തെളിയിച്ചിരിക്കുന്നത്? എ. വിശ്വസ്തരാണ്, ബി. നിർദോഷരാണെന്ന്, സി. കഴിവുള്ളവരാണെന്ന്. ഉത്തരം നിർദോഷരാണെന്ന്. എന്നാൽ എന്തിനാണ് താൻ എഴുതിയത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് എഴുതിയത്. ബി. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നിങ്ങൾക്ക് എഴുതിയത്. സി. നിങ്ങളോടുള്ള വിശ്വാസത്തെ പ്രതിയാണ് നിങ്ങൾക്ക് എഴുതിയത്. ഉത്തരം ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് എഴുതിയത്. 2 കൊരിന്ത്യർ 7:15 വികാരതരളിതനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? എ. പൗലോസിനെ കുറിച്ച്, ബി. തീത്തോസിനെ കുറിച്ച്, സി. തിമോത്തിയോസിനെ കുറിച്ച്. ഉത്തരം തീത്തോസിനെ കുറിച്ച്. 2 കൊരിന്ത്യർ 7:16 ഉദ്ധരിക്കുക. എ. എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ബി. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. സി. എന്നാൽ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി നിങ്ങൾക്ക് ആശ്വാസം നൽകി. ഉത്തരം എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ആർക്കാണ് കൊരിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളത്? എ. തീത്തോസിന്, ബി. പൗലോസ്ലീഹായ്ക്ക്, സി.
തിമോത്തിയോസിന്. ഉത്തരം പൗലോസ്ലീഹായ്ക്ക്. 2 കൊരിന്തോസ് 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 10, ബി 11, സി 16. ഉത്തരം 16.